ഇൻഡിഗോ വിമാനത്തിലെ പ്രതിഷേധത്തിൽ ഇ.പി. ജയരാജനെതിരായ കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് കോടതി. പോലീസിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിൽ കൂടുതൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും ഉത്തരവിട്ടു. മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തടയുക മാത്രമാണ് ചെയ്തതെന്നും കോടതിയിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കോടതി ഉത്തരവ് നീതി ലഭിക്കാൻ സഹായിക്കുമെന്നായിരുന്നു പരാതിക്കാരനായ ഫർസീൻ മജീദിന്റെ പ്രതികരണം. അവർ ചാടി എഴുന്നേറ്റ് വരുമ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു നീക്കമാണ്. ഞാനിതിൻ്റെ മധ്യത്തിലുണ്ട്, ഞാനവിടെ തടഞ്ഞു. ആ നടപടിയെ കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വന്നാൽ കോടതിക്കത് പരിശോധിക്കാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോടതി പോലീസല്ല. കോടതി അന്വേഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പറയാം. മുൻകൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കേസ് വന്നാലല്ലേ ഞാനീ പറയുന്നത്. ഇങ്ങനെ എനിക്ക് കോടതി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കണക്കാക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് സിജോ ബി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, 2022 നടന്ന സംഭവമാണ്. ഇപ്പോൾ അതിൽ ഇ.പി.ക്കെതിരെ അന്വേഷണമാകാം എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുകയാണ്. എന്താണ് കോടതി അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് എത്താൻ കാരണം? ഒപ്പം തന്നെ സർക്കാർ മാറിയിട്ടുണ്ട്, UDF ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായും കേസെടുക്കാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഓഡിയോ റിട്ടേൺ അടിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. കേസെടുത്തിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തുടർ നടപടികളിലേക്ക് പോകാൻ സാധിക്കത്തില്ല, കൃത്യമായ തെളിവുകളില്ല എന്നുള്ള കോടതിയുടെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെയാണ് ഇപ്പോൾ കോടതി അത് തള്ളിയിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം എന്നൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലേക്ക് പോലും പോലീസ് കടന്നിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഫർസിനൊക്കെ സമർപ്പിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് മർദ്ദനമേറ്റതിന്റെ, ശരീരത്തിനുള്ള മുറിവേറ്റതിന്റെ ഒക്കെ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും പിന്നീട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് അംഗീകരിക്കാനാവില്ല. കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഇ.പി. ജയരാജന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് താൻ തടയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് സിജോ തുടരും. ഇപ്പോൾ പരാതിക്കാരനായ ഫർസീൻ മജീദിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതിലേക്കൊന്ന് പോകാം. മൃഗീയമായി ആക്രമിച്ച് മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സ തേടിയ ഞങ്ങളുടെ പരാതി സ്വീകരിക്കാൻ പോലും അന്നത്തെ പോലീസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജയിലിനകത്ത് വെച്ച് പരാതി നൽകാൻ വേണ്ടി ശ്രമിച്ചു, സ്വീകരിച്ചില്ല. ജയിലിനകത്ത് പുറത്തിറങ്ങി തിരുവനന്തപുരം വലിയതുറ സ്റ്റേഷനകത്ത് പോയി പരാതി നൽകി, ആ പരാതിയും സ്വീകരിച്ചില്ല. അതിനുശേഷം തിരുവനന്തപുരത്തെ കോടതി മുഖാന്തരം ഞങ്ങൾ നൽകിയ പ്രൈവറ്റ് പെറ്റീഷനാണ് കോടതി സ്വീകരിച്ച് കേസെടുക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം നൽകി. പക്ഷേ എന്നിട്ട് പോലും ആ കേസ് പോലീസ് അന്വേഷിച്ച് അതിനകത്ത് കഴമ്പില്ല, ഞങ്ങൾ നൽകിയിരിക്കുന്നത് കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞിട്ട് ആ കേസിനകത്ത് ഒരു പരാതി പോലും എടുക്കാതെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾ അതിനകത്ത് നീതിന്യായ കോടതിക്ക് മുമ്പാകെ ഞങ്ങളുടെ വക്കീൽ മൃദുൽ കോയ ജോൺ മാത്യു ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. സിജോയിലേക്കാണ്. സിജോ, ഫർസീൻ പറയുന്നത് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയപ്പോൾ അത് സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നാണ്. അതെ, അത് തന്നെയാണ് അവർ ഈ കോടതിയെ സമീപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കുന്നു. അതിനെ തുടർന്ന് അന്ന് അവിടെ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്ന, പിണറായി വിജയനോട് ഒപ്പമുണ്ടായിരുന്ന ഇ.പി. ജയരാജൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ അനിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ തടയുകയും ചെയ്തിരുന്നത്. ഇവർ അതിനുശേഷം ഇ.പി. ജയരാജൻ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് പോലീസ് പരിശോധിച്ച ശേഷം അത്തരത്തിലൊരു തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ശരീരത്തിലേറ്റിരിക്കുന്ന മുറിവുകൾ, അതിൻ്റെയൊക്കെ മെഡിക്കൽ രേഖകളുണ്ട്, അതിൻ്റെ റിസൾട്ടുകളുണ്ട്. അതൊന്നും പരിശോധിക്കുകയോ ആദ്യമായി കൃത്യമായ തെളിവുകളിലേക്ക് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങളോ മറ്റു ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കോടതി അംഗീകരിക്കാത്തത്. എന്തായാലും കൂടുതൽ അന്വേഷണം വേണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഭരണം മാറി, പോലീസ് മാറി. അപ്പോൾ ഇതിലെന്തായാലും ഇനി സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക്
പോലീസ് കടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിനെ ഫർസീനൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. തങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള ഒരു മാർഗമായി കോടതിയുടെ ഉത്തരവ് മാറും എന്നുള്ളൊരു കാര്യത്തിലാണ് ഈ ഫർസീനൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കേസിൽ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സിജോ ബി ജോണാണ് വിവരങ്ങൾ നൽകിയത്.